വൈബ്സ് ഹരിതസുന്ദരത്തിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈവിധ്യമാർന്ന പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. വേലൂർ തണ്ടിലം സ്വദേശി ദിലീപ് കുമാറിന്റെ കൃഷിയിടത്തിലെ വൈവിധ്യം നിറഞ്ഞ കാഴ്ചകളാണ് പങ്കുവയ്ക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. വേലൂർ തണ്ടിലം സ്വദേശി ദിലീപ് കുമാറിൻ്റെ വൈവിധ്യം നിറഞ്ഞ പച്ചക്കറി തോട്ടത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ദിലീപ് കുമാറേട്ടാ, വെണ്ടയ്ക്ക, വഴുതന, കൊള്ളി, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയിട്ട് വലിയൊരു നിര തന്നെയുണ്ട് പച്ചക്കറിയുടെ. എനിക്ക് തോന്നുന്നു ഒരു പച്ചക്കറിക്കടയിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള ആ ഒരു കാണുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കൃഷിയിലേക്ക് അല്ലെങ്കിൽ ഒരു കാർഷിക വൃത്തിയുടെ കൂട്ടുകാരനായി മാറിയൊരു സംവിധാനം എങ്ങനെയാണ്? അത് ഞാൻ പിന്നെ ഇവിടെ 1992 ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വന്നാണ്. അപ്പോൾ എൻ്റെ ജനനം വയനാടാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രാഘവൻ, അമ്മയുടെ പേര് രുക്മണി, മച്ചിങ്ങൽ തറവാട്ട് പേര്. അതിൽ ജനിച്ച് വളർന്നിട്ടുള്ള ഞങ്ങൾ 4 ആണും ഒരു പെണ്ണും വരുന്നുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ വയനാട്ടിൽ കൃഷി എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ എല്ലാവർക്കും കൃഷി എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട് പോലെ ആയിട്ടാണ് അന്നത്തെ കാലത്ത് ഞാൻ വൈരകലിൻ്റെ പണി പഠിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നത്. തൃശ്ശൂർ ജില്ലയിൽ വന്ന് തണ്ടിലത്ത് എൻ്റെ അമ്മാവൻ്റെ വീടാണ്. അവിടെ വന്നിട്ടാണ് ഞാൻ ഈ ഇതിന് പോയത്, അത് വൈരകലിൻ്റെ ഇതിന് പോയത്. അത് പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് കൃഷിയിലേക്ക് അത്രയും താല്പര്യമുള്ള ഞങ്ങൾ, അച്ഛനും കൃഷിക്കാരനാണ്, അമ്മയും കൃഷിക്കാരനാണ്. അതിന്ന് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് മാറിയപ്പോൾ എനിക്ക് അതൊരു സന്തോഷമായിട്ട് തോന്നിയില്ല. അങ്ങനെ വീണ്ടും ഞാൻ ഇവിടെ കുറേശ്ശെ കൃഷിയും കാര്യങ്ങളും അതിൻ്റെ കൂടെ ഒരു വണ്ടി മേടിച്ചു. അങ്ങനെ സൈഡ് ഒരു കൃഷിയായിട്ട് തുടങ്ങി. അങ്ങനെ വന്നതിൻ്റെ ഇടയിൽ കൃഷിയുടെ ആ ഒരു ഇതിലേക്ക് തന്നെ പിന്നെ മറന്നിട്ട് പിന്നെ വണ്ടി അങ്ങോട്ട് ഒഴിവാക്കുക ചെയ്ത് അങ്ങനെ കൃഷിയിലേക്ക് തുടങ്ങി. കൃഷിയിലേക്ക് ആദ്യം കുറേശ്ശെ കൃഷികൾ ചെയ്തു. ഇഞ്ചി, ചേന, വാഴ അങ്ങനെയുള്ള കൃഷിയാണ് ചെറുതായിട്ട് തുടങ്ങി അതിന്ന് കുഴപ്പമില്ലാത്തൊരു രീതിയിൽ വിജയം ഇതായോട് കൂടിയിട്ട് ഫുള്ള് കൃഷിയിലേക്ക് ഇറങ്ങി. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഭാര്യയും അതേപോലെ തന്നെ മോനും സഹായമുണ്ട്. ഇപ്പോൾ ഒരു പണിക്കാരനുണ്ട് എൻ്റെ കൂടെ. പണിക്കാരനായിട്ടല്ല ഞാൻ കാണുന്നത്, എൻ്റെ ഒരു അനിയനെ പോലെ മൂപ്പര് എനിക്ക് സഹായവും കാര്യങ്ങളും ഒപ്പം അതേപോലെ നിന്നിട്ട്. ഞങ്ങൾ വയനാട്ടിലുള്ളതാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് വയനാട്ടിൽ. അപ്പോൾ ആ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അതിഗംഭീരമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രീതി തന്നെ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ തന്നെ ഇഞ്ചി, പുതിന, മല്ലിച്ചപ്പ് തുടങ്ങിയിട്ടുള്ള സംവിധാനം നമ്മൾ കൃഷി ചെയ്ത് കണ്ടു. ഇഞ്ചി തന്നെ വ്യത്യസ്തമായിട്ടൊരു വലിയ വളരെ വിപുലമായ രീതി തന്നെ ഇഞ്ചി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇഞ്ചി കണ്ടു. അത് ഏതാണ് ഇനം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇഞ്ചിയുടെ ഒരു പരിപാലനം എങ്ങനെയാണ്? അത് ആ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഇഞ്ചി, ഒരു 10-25 തരം ഇഞ്ചികളുണ്ട്. അതിലിപ്പോൾ ഉൽപ്പാദിപ്പിച്ച പുതിയ വെറൈറ്റികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഞങ്ങൾ ഇപ്പോൾ അവിടെ ചെയ്തിട്ടുള്ള റിഗോഡി എന്ന് പറഞ്ഞുള്ള ഒരു ഇഞ്ചിയാണ് ഇപ്പോൾ ചട്ടിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്.
അത് ചുക്കുമാരുണ്ട്, ഹിമാചലുണ്ട്. ഹിമാചൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്ക് അതിനെപ്പറ്റി അറിയില്ല. ഹിമാചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീരിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇഞ്ചിയാണ്, കറിക്ക്. അതേപോലെ അതിന് നീരെടുത്ത് ആ സത്ത് ഇതാക്കുന്നത്. മറ്റേ മാരൻ, ചുക്കുമാരൻ, അതേപോലെ റിഗോഡി എന്നൊക്കെ പറയുന്നത് അതിന് ഇഞ്ചിയും ഉപയോഗിക്കാം, അതേപോലെ തന്നെ ചുക്കുമായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതായത് വില ഇഞ്ചിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ചുക്കാക്കി ചെയ്തിട്ട് നമുക്ക് കാശ് നേടിയെടുക്കാൻ കഴിയും. അതാണ് ആ ഇഞ്ചിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഇപ്പോൾ ഇക്കൊല്ലം എനിക്ക് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ പുതിയ ഇനം വിത്ത് ഉൽപ്പാദിപ്പിച്ച് അത് തൈ പോലെ ഉള്ള ട്രയൽ എനിക്ക് ഒരു 10,000 തൈ തന്നു. ആ തൈ ഇപ്പം ഞാനവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചു തന്നത് അത് ആതിര, അശ്വതി, കാർത്തിക, അങ്ങനെ 3 ഐറ്റംസാണ് ഇപ്പോൾ എനിക്ക് തന്നിട്ടുള്ളത്. അത് 3 ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു വിജയമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വിളവെടുത്താലേ ആണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. അത് നല്ലൊരു അത് ഞാൻ കുഴിച്ചിടുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞു പിന്നെ ഭ്രാന്താണ്, ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അത്രയുള്ള ഒരു തയ്യാണ്, ഒരു ചെറിയൊരു തയ്യായിരുന്നു. അത്രയും കാശ് മുടക്കിയിട്ട് ഞാനത് ചെയ്ത് അതിനെ പരിപാലിച്ച് ഇപ്പോൾ അത് കാണുമ്പോൾ അവരെന്നെ എന്നോട് ഇത് നീ ഭയങ്കരം തന്നെ എന്നുള്ള ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് മണ്ണുത്തി സർവകലാശാലയുടെ കാർഷിക സർവകലാശാലയുടെ പുതുതായി വികസിപ്പിച്ചെടുത്ത ആ ഒരു കൃഷി അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ്. ഏകദേശം 10,000-ഓളം ചെടികൾ നട്ടിട്ട്. അതെ 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 അത് ആ പരീക്ഷണം ചെയ്തിട്ടുള്ള മേഡം എനിക്ക് മറ്റേ നമ്മുടെ വടക്കാഞ്ചേരി കൗൺസിലർ മറ്റേ അനൂപ് കിഷോറിൻ്റെ ഇതിലാണ് എനിക്ക് തൈ തന്നത്. എന്താ വെച്ചാൽ ഞാൻ ഇഞ്ചി കൃഷി ചെയ്യുന്നൊരു കർഷകനാണെന്നുള്ള രീതിയിൽ. അത് ഗ്രീൻ ആർമിയുടെ പ്രസിഡൻറ്റും കൂടിയാണ് മൂപ്പർ. അപ്പോൾ ആ ഒരു കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു സന്തോഷം മൂപ്പർക്കും കൂടി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എല്ലാ ഇതിലും അതിൻ്റെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. അത് അവർക്കും അതേപോലെ തന്നെ എനിക്കും വലിയൊരു കാർഷിക ഗവേഷണ കേന്ദ്രത്തിനും ഒരു സന്തോഷം പകരുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക സർവകലാശാലയുടെയൊക്കെ ഒരു പുത്തൻ പരീക്ഷണങ്ങളുടെ ഒരു ഭാഗവും കൂടിയാണ് ദിലീപ് കുമാറേട്ടൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം 7 ഏക്കറോളം പാട്ടത്തിനടുത്താണ് ഈ ഒരു കൃഷി, പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. എങ്ങനെ ഒരു പാട്ടഭൂമിയിലേക്ക് എത്തിപ്പെടാണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പാട്ടഭൂമിയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഗുരുവായൂരുള്ള ഒരു കമറുദ്ദീൻ, കൊട്ടിലിങ്ങൽ കമറുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ആളുടെ ഭൂമിയാണിത്. ഇത് 6 ഏക്കർ ഭൂമിയുണ്ട്. ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പാട്ടായിട്ടൊന്നും ഞാൻ അത്ര ഇതായിട്ടൊന്നും ചെയ്യാറില്ല. മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് സഹായങ്ങൾ ഇത് എന്തെങ്കിലും മൂപ്പർ വന്ന ഒരു കായക്കൊലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ രീതിയുള്ളൂ. അല്ലാണ്ടൊരു പാട്ടെന്ന് പറയാൻ പറ്റില്ല അതിനെ. അപ്പോൾ ആ രീതിയിൽ മൂപ്പർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിനെ നമ്മുടെ സ്വന്തം പോലെ നമ്മൾ നോക്കുന്നുണ്ട്. ആ കമറുദ്ദീൻ എന്ന് പറഞ്ഞാൽ ആ ഇക്കെ അതേപോലെ തന്നെ അത്രയ്ക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൃഷിയിടം സംരക്ഷിക്കുക എന്നുള്ള അത്രേ ഉള്ളൂ. അതിൻ്റെ ഉപരി ആള് നമുക്ക് എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടുകളും ചെയ്തിട്ട് ഈ കൃഷിയോട് ആൾക്ക് വലിയ താല്പര്യമുള്ള ഒരാളാണ്. ഒരു 10-65 വയസ്സ് പ്രായമുള്ള ആളാണ്. പക്ഷേ ആൾക്ക് ഈ കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് നമ്മളെ കൊണ്ട് എല്ലാ സഹായങ്ങളും, എനിക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മൂപ്പര് ആ രീതിയിലും സഹായിക്കും. അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ആൾ ചെയ്തു തരുന്നുണ്ട്. അതിൻ്റെ അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത്. പിന്നെ ഇതിൽ മറ്റുള്ള എല്ലാ കൃഷികൾക്കും ഞാനൊരു ഇടവേള ചെയ്യും. ആ ഇടവേള എന്നെ വളരെയധികം സഹായിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് ഇവിടെ മറ്റ് ഇടങ്ങളിൽ കണ്ടുവരാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് സംവിധാനങ്ങളുണ്ട്. ആകാശവെള്ളരി, അതും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചിയിൽ തന്നെ ഒരു വ്യത്യസ്ത ഇനത്തെ പറ്റി പറഞ്ഞു. വാഴകളിൽ തന്നെ പൊടിക്കിഴങ്ങ്, വാഴകളിൽ തന്നെ 3-4 ഐറ്റംസ്. അത് ആ ഒരു രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കൃഷി അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നങ്ങൾ, അതിലേക്കുള്ള ഒരു ചിന്തകൾ എങ്ങനെയാണ് എത്തിയത്? അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏതാണോ അനുയോജ്യം എന്നുള്ള ഒരു രീതി പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ രീതിയിലേക്ക് വന്നത്. അപ്പോൾ പപ്പായ തന്നെ ഇപ്പോൾ ഒരു 6-7 തരം പപ്പായ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് പല സ്ഥലത്തു നിന്നായിട്ട് എനിക്ക് വിത്തുകൾ കിട്ടുമ്പോൾ ഞാനത് കൊണ്ടുവന്ന് പരീക്ഷിക്കും ആദ്യം. അത് പരീക്ഷിച്ചതിന് ശേഷം മാത്രം അത് വിജയമുണ്ടെന്ന് കണ്ടാൽ മാത്രമാണ് ഞാനത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാറുള്ളൂ. മണ്ണറിഞ്ഞ് വളമറിഞ്ഞ് അല്ലെങ്കിൽ കൃഷിയിടത്തിലേക്ക് ആ കൃത്യമായ രീതിയിൽ ഇടപെട്ട അതിൻ്റെ ആ ഒരു രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്ന തന്നെയാണ്. അത് ലഭിക്കുന്നുള്ള കാര്യം 100% ഉറപ്പ്. ഇപ്പം ഞാൻ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, അതായത് ശീമക്കൊന്നടല, പിന്നെ ചാണം, പിന്നെ കടലപ്പിണ്ണാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഞാനിവിടെ ആ ഡ്രമ്മുകളിൽ 4-5 ഡ്രമ്മുകളിലായിട്ട് ചെയ്തിട്ടുള്ളത്. അതെല്ലാം എൻ്റെ എല്ലാ കൃഷിത്തോട്ടങ്ങളിലും കാണാതെ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ വാഷ്, അതിനുള്ള ഗുണം എന്താ വെച്ചാൽ രോഗപ്രതിരോധ ശക്തി കിട്ടാനും അതുപോലെ കായ്ഫലങ്ങളും പൂക്കളും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും അങ്ങനെയുള്ളതിന് വളരെയധികം ഗുണമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിൽ ഒരു 10-20 വർഷം 15 വർഷത്തിൻ്റെ മേലെ ആയിട്ടുള്ള മണ്ണരയുടെ പ്ലാന്റ് വീട്ടിലുണ്ട്. അപ്പോൾ ആ മണ്ണരയുടെ വെർണിവാഷും അതേപോലെ തന്നെ അതിൻ്റെ വളവും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അത് 100% തന്നെ പറയാം.
പക്ഷേ അതിന് ആൾക്കാർ മുതിർന്ന് വരാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അതിന് കുറേ കഷ്ടപ്പാടുകളുണ്ട്. എന്താ വെച്ചാൽ അതിൽ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ആ ഉറുമ്പിനെ മാറ്റാൻ ഒരിക്കലും കഴിയില്ല. അത് രണ്ടാമത് ആ ഇരകളെയൊക്കെ പെറുക്കി മാറ്റിയതിന് ശേഷം ആ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള 1-2 പ്രാവശ്യം കുടുങ്ങി കഴിഞ്ഞാൽ അവർ പിന്നെ അത് പൊക്കോട്ടെ എന്നുള്ള ഒരു ഇത് വരും. പക്ഷേ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ 100 ഇരട്ടി ഗുണമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 10-15 വർഷമായി എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് എൻ്റെ ശ്രദ്ധ ചെന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ മോൻ്റെ ശ്രദ്ധയോ, അതുകൊണ്ട് ഞങ്ങളിപ്പോഴും അത് വിജയിച്ച് വളരെയധികം ഗുണത്തിൽ നിറവേറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പൂർവികന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവ്, പിന്നെ കൃഷിയിടത്തിൽ മുഴുവൻ സമയവും കൃഷിയിടത്തിൽ അധ്വാനിക്കാനുള്ളൊരു മനസ്സ്, ഇതൊക്കെ തന്നെയാണ് ദിലീപ് കുമാർ എന്ന കർഷകനെ വേറിട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി തീർക്കുന്നത്. നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ കൃഷിയിടത്തിൽ വരുന്ന നമ്മുടെ പ്രവേശന കവാടത്തിനരികിൽ വാഴ തന്നെ വ്യത്യസ്ത ഇനങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ എങ്ങനെയാണൊരു നമ്മളൊരു നിലത്തുനിന്ന് ചെറിയ പൊക്കത്തിൽ തന്നെ കുലച്ച വാഴകൾ, പിന്നെ അതിലൊരു 10 അടിയോളം വലിപ്പമുള്ളതിനകത്ത് 2 വശങ്ങളിലായിട്ട് 2 രീതിയിലാണ് കൃഷി ചെയ്തേണ്ടത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു വൈവിധ്യം എന്താണ് അതിൻ്റെ? അത് പിന്നെ ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള പറഞ്ഞാൽ റോബസ്റ്റ് അല്ല, ഗ്രാൻഡ് ലൈനാണത്. കാണുമ്പോൾ റോബസ്റ്റ് പോലെ ഇരിക്കും. അത് മഞ്ഞപ്പഴം, മറ്റേ ഫിലിപ്പീൻസ് പഴം, ഫ്രൂട്ട്സ് കടകളിലൊക്കെ പടലെത്തി വരുന്ന ആ ഒരു കായാണത്. അതിൻ്റെ പഴത്തിന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് കൊലകളിൽ നിന്ന് പെട്ടെന്ന് കൊഴിഞ്ഞു വീഴില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ കച്ചവടക്കാർക്കും അതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു വാഴ എന്ന് പറഞ്ഞാൽ അധികം ഉയരില്ല. അപ്പോൾ അതിന് ഊണൂലും കൊടുക്കണ്ട. അപ്പോൾ അത് കുലയ്ക്കുമ്പോൾ തന്നെ അത് ഏകദേശം നിലത്ത് മുട്ടിയ പോലുള്ള രീതിയിലാണ് അതിൻ്റെ ഉയരം വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് മറ്റുള്ള ഒരു ചിലവില്ല. പിന്നെ അതിനെ നമ്മൾ കണ്ടമാനം പരിപാലിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. എന്നാലും ഒരു കിലോയ്ക്ക് ഒരു 18 രൂപ 20 രൂപ, ചില സീസണിലാണെങ്കിൽ 25-30 വരെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു നല്ല ലാഭമുള്ള ഒരു പരിപാടിയാണ്. ഞാനിപ്പോൾ ആ വാഴ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 4 വർഷമായി. അത് ടിഷ്യൂ ചെയ്തതാണ്. അതിൻ്റെ കന്നുകളാണ് ഇപ്പോൾ ഞാൻ 5 വർഷമായിട്ട് ചെയ്യുന്നത്. യാതൊരുവിധ നഷ്ടവും എനിക്ക് അതൊന്നും വരുന്നില്ല. പിന്നെ ഒരു കുളം, അതിൽ ഒരു കല്ലട്ട് മട ഉണ്ടായിരുന്നു, അത് കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 22 സെൻറ്റോളം സ്ഥലത്താണ് ഇപ്പോൾ ആ കുളം നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്നുള്ള തീറ്റയാണ് അതിന് ഇട്ട് കൊടുക്കുന്നത്. അതിനൊരു തീറ്റ മേടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ വാഴയുടെ ഇത്, അതേപോലെ തന്നെ പച്ചക്കറികളുടെ ചീഞ്ഞത്, കേട് വന്നത്, അതേപോലെ തന്നെ കൊള്ളിയുടെ ഇല, അങ്ങനെയുള്ള സാധനങ്ങളാണ് അവർക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരത് നല്ലോണം ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയ ചിലവില്ലാതെ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മീൻ വളർത്തി അതിന് ഫിഷറീസിന് അതിന് തീറ്റകൾ, അവർക്കുള്ള തീറ്റകൾ മേടിച്ച് കൊണ്ടുകൊടുത്ത് ആ കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ലാഭമൊന്നുമില്ല. അത് എനിക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ആൾക്കാർ പിന്നെ അതേസമയം കോൾപ്പാടങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നതിന് ലാഭം ഉണ്ടാവും, അതില്ലയെന്ന് ഞാൻ പറയില്ല. മറ്റുള്ള രീതിയിൽ പറമ്പിൽ അങ്ങനെയുള്ള വീട്ടിലൊക്കെ നമ്മൾ ചെറിയ ടാങ്കിലും അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു ലാഭം ഈ തീറ്റ മേടിച്ച് കൊടുത്തിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. അതേസമയം ഇങ്ങനെയുള്ള സാധനം ഇതിലിപ്പോൾ ഉള്ളത് കട്ട്ള, റോഗ് എന്ന് പറഞ്ഞ മീനാണുള്ളത്. അതിൽ കുറച്ച് ബ്രാലുണ്ട്. അപ്പോൾ നല്ല ചാതികളൊക്കെ കൃഷി സ്ഥലമായതുകൊണ്ട് ആ ചാതികളും അങ്ങനെയുള്ളതൊക്കെ ചാടിക്കഴിഞ്ഞാൽ അവർക്ക് അതും ഒരു തീറ്റയായി. ഈ ഒരു ഇതും കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു പിടുത്തം പിടിച്ചപ്പോൾ അതിൽ 10-200 കിലോ മീൻ കിട്ടി. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ഒരു 2.5 കിലോ 3 കിലോ വരെയുള്ള തൂക്കമുള്ള മീനുണ്ടായിരുന്നു. ഇപ്പോൾ മീനിൻ്റെ കുട്ടികളെ വിട്ടിരിക്കുകയാണ്, ഒരു 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണം. ജൈവ പച്ചക്കറി കൃഷിയോടൊപ്പം വിപുലമായ രീതിയിൽ തന്നെ ഇവിടെ ഒരു ശുദ്ധജല മത്സ്യക്കുളം കൂടി ഇവിടെ ദിലീപ് കുമാരേട്ടൻ നിർമ്മിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. സ്പിന്നർ പൈപ്സ് ഹരിതസുന്ദരത്തിൽ ഇനിയൊരു ഇടവേള. തിരിച്ചു വരാം സ്പിന്നർ പൈപ്സ് ഹരിതസുന്ദരത്തിലേക്ക്. ദിലീപ് കുമാരേട്ട, നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശുദ്ധജല മത്സ്യക്കുളത്തിൻ്റെ ഒരു രീതി കൂടെ ഇവിടെ ക്രമീകരിച്ചെടുത്തിട്ടുണ്ട് പറഞ്ഞത്. എങ്ങനെയായിരുന്നു ആ ഒരു സംവിധാനത്തിലേക്ക് എത്തിപ്പെട്ടത്? ആ സംവിധാനത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇതിൽ പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം വേസ്റ്റായിട്ട് കിടന്നിരുന്നതായിരുന്നു, ഒരു കല്ലെട്ടുമടയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കമൃതി എന്ന് പറഞ്ഞ ആ ഇക്കടെ മോൻ ഒരു പ്രാവശ്യം ഇതേപോലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അല്ല ഇതിൽപ്പെട്ട ഇതെന്താ ഇങ്ങനെ വേസ്റ്റാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേസ്റ്റാക്കിയിട്ടിട്ട് ഇതെന്താ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കുളം സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ കുളം സെറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ പോലെ JCB വിളിച്ച് അന്നെ പോലെ ആക്കിയിട്ട് ചെയ്യണം.
എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപേട്ടന് പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അത് സെറ്റ് ചെയ്യാം, പക്ഷേ കാശിൻ്റെ ചിലവുണ്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയുള്ള അത്രയ്ക്കുള്ള ഒരു സാമ്പത്തികമുള്ള ആളല്ല എന്ന് പറഞ്ഞു ഞാൻ. അത് കാശ് വിഷയമല്ല, ദിലീപേട്ട അത് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ അത് JCB വിളിച്ച് അതൊരു കുളത്തിൻ്റെ രൂപമാക്കി അതിൽ ടാർപ്പായ ഇട്ട് സെറ്റ് ചെയ്യാനുള്ള അളവൊക്കെ കൊടുത്ത് അതാക്കി. അപ്പോൾ അത് ഞാൻ കൃഷി വകുപ്പിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷി ഓഫീസർ എനിക്ക് അതിന് വേണ്ടിയിട്ട് ഇതിനൊരു സ്കീമുണ്ട് ദിലീപ്, അപ്പോൾ അത് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കൊടുത്ത് ആ എഴുതി കൊടുത്ത വകയിൽ അവരുടെ 75,000 രൂപ അതിന് സബ്സിഡി ആയിട്ട്, അതായത് 1.5 ലക്ഷം ഉറുപ്പ്യേൻ്റെ അടുത്ത് അത് ചിലവായിട്ടുണ്ട്. ആ 1.5 ലക്ഷം ഉറുപ്പ്യേൻ്റെ അടുത്ത് ചിലവ് വന്നപ്പോൾ അതിന് 75,000 രൂപ ആയിക്കൈക്ക് സബ്സിഡി ആയിട്ട് അവർ കൊടുത്തു. അപ്പോൾ അവരാണ് അതിൻ്റെ കൂടുതൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ പണിയും കാര്യങ്ങളും അതിൻ്റെ സെറ്റിങ്സും ഒക്കെ നമ്മളെ ഇതിൽ ചെയ്തു, നമ്മളതിലേക്ക് ഇതായിട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ വളരെയധികം സന്തോഷം. എന്താ വെച്ചാൽ ഇങ്ങനെ വേസ്റ്റായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലം, കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം, അത് ഇത്രയും മനോഹരമായിട്ട് എടുത്തപ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമുണ്ട്, അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടന്നിരുന്നൊരു തോട്ടമാണ്. ആ തോട്ടം ഇപ്പോൾ അവർക്ക് വരാനും അവരുടെ സന്തോഷം, അവരുടെ ആൾക്കാരൊക്കെ വളരെയധികം സന്തോഷവാനാണ്. എനിക്കും അതിൽ ഉപരി സന്തോഷമുള്ളതാണ്. തീർച്ചയായും കൃഷിയിടത്തിലെ ഒരു ചെറിയ ഭാഗം പോലും കാട് പിടിച്ച് കിടക്കാതെ അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉദാത്ത മാതൃക കൂടിയാണ് ദിലീപ് കുമാർ എന്ന കർഷകൻ. ദിലീപേട്ട, ഇനി കുറച്ച് കുടുംബകാര്യങ്ങളിലേക്ക്. എനിക്ക് തോന്നുന്നു ദിലീപ് കുമാരേട്ടൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ ഒരു പൊതുപ്രവർത്തക കൂടിയാണ്, വെല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പദവികളിലൊക്കെ, അല്ലെങ്കിൽ പഞ്ചായത്തിനകത്തും പുറത്തുമായി അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. എങ്ങനെയാണ് ഭാര്യയുടെയും മകൻ്റെയും ഒക്കെ ഒരു സപ്പോർട്ട് ഈ ഒരു കൃഷിയിടത്തിലേക്ക്? അവരെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നിട്ടാൽ കോർക്കുന്നതായിരിക്കണം. അത് കൊന്നിട്ടാൽ എന്ന് പറഞ്ഞാൽ ആളെയല്ല, മീനിനെ കൊന്നിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് കരക്കിലിരുന്നിട്ട് കോർക്കുന്നത്, അതായിരിക്കണം ഭാര്യ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരാളാണ് എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത്. അപ്പോൾ ആ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന് ഫുൾ സപ്പോർട്ടും, അതിൻ്റെ കൂടെ എനിക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും. ആൾ പഞ്ചായത്ത് പോകുന്നുണ്ടെങ്കിലും പൊതുപ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ബാക്കി വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഒരു കഴിവാണത്. പിന്നെ മോനാണെങ്കിൽ മോനിപ്പോൾ പഠിക്കുകയാണ്, ഇപ്പോൾ അവൻ +2 കഴിഞ്ഞിട്ടൊക്കെയാണ്. മൂപ്പര് അതെ അവനെ കൊണ്ട് പറ്റുന്നതിൽ കൂടുതൽ ഞാൻ എന്നാലും ചീത്തയൊക്കെ പറയും. എന്താ കാരണം വെച്ചാൽ എൻ്റെ ചെറുപ്പം ഞാൻ അതേപോലെ വളർന്നു വന്നിട്ടുള്ളതാണ് കൃഷിയിലേക്കും ഇതായിട്ട്. ഞാനിപ്പോൾ അവനെ കൃഷിയിലേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇവിടെ അടുത്തുള്ളവർ എൻ്റെ സ്വന്തക്കാർ അതേപോലെ നാട്ടുകാരൊക്കെ പറയും, എന്താടാ നീ ഇപ്പോൾ തന്നെ ഈ ചെറിയ കുട്ടീനെ കൊണ്ട് ഇന്ന പോലെ ചെയ്യിക്കണമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ പല കുട്ടികൾക്കും അറിയില്ല, ഒരു നെല്ലാണെങ്കിൽ അതെന്താണെന്ന് അറിയില്ല, അതേപോലെ ചേന ഉണ്ടാവണം എങ്ങനെയാണെന്ന് അറിയില്ല, അതേപോലെ പയറുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ അത് അറിയുക, നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് കിട്ടുക, അത് നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ അവനത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല കുട്ടികളും ഇപ്പോൾ മണ്ണുത്തിൽ നിന്ന് വരുന്നുണ്ട്, അതേപോലെ കൃഷി അഗ്രികൾച്ചറിൽ പഠിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അവർ ഇതിലൂടെ വരട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആ രീതിയിൽ വന്നിട്ട് വളരെയധികം സമയങ്ങൾ നമ്മുടെ പോയാലും നമ്മൾ അതിനെക്കുറിച്ച് അതിൽ ചില കുട്ടികളുടെയൊക്കെ ആ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് സന്തോഷം വരാറുണ്ട്. എന്താ കാരണം വെച്ചാൽ അവർക്ക് ആ ഡോക്ടർമാരുടെയും പിന്നെ ഒക്കെ മക്കളാണ് ഇവിടെ വരാറുള്ളത്. ആ വരുമ്പോൾ അവർക്ക് ആ കൃഷിയോടുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ എനിക്ക് ആഗ്രഹം എന്താ വെച്ചാൽ അവരൊക്കെ വളർന്ന് ഭാവിയിൽ നല്ല കൃഷി ഓഫീസർമാരും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കതൊരു വളരെ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എന്നെ കൊണ്ട് അറിയുന്നത്, അതായത് വിദ്യാഭ്യാസപരമായിട്ടല്ലെങ്കിലും നമുക്ക് അറിയുന്ന അറിവുകൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിനുള്ള സമയങ്ങൾ ഞാൻ കണ്ടെത്താറുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു സന്തോഷമാണ്. തീർച്ചയായും നമ്മുടെ വീട്ടിലുള്ള മക്കളേനൊക്കെ പലപ്പോഴും പല ആളുകളും കൃഷിയിടത്തിലേക്കും അല്ലെങ്കിൽ മണ്ണിലേക്കും വയലിലേക്കും ഒന്നും ഇറക്കാതെയുള്ളൊരു പ്രവണതയാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ ഒരു കാർഷിക വൃത്തിയും അല്ലെങ്കിൽ നാടിനെയും മണ്ണിനെയൊക്കെ അറിഞ്ഞിട്ട് തന്നെ വളരണം എന്നുള്ളൊരു നല്ലൊരു സന്ദേശം കൂടിയാണ് ദിലീപ് കുമാരേട്ടൻ പങ്കുവയ്ക്കുന്നത്. വേറെ കുറച്ച് ഇപ്പോൾ നമ്മൾ ഏത് മറ്റേ കൃഷിയായാലും നെൽകൃഷിയായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുള്ള പച്ചക്കറി തോട്ടമായാലും എല്ലാത്തിലും ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളിയൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മളവിടെ കപ്പത്തോട്ടത്തിൽ കൊള്ളിത്തോട്ടത്തിലൊക്കെ പോയപ്പോൾ ധാരാളം മുള്ളൻ പന്നിയുടെ എന്തൊക്കെ വിഷയം ഉണ്ടായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏത് രീതിയിലാണോ നമുക്കൊരു വെല്ലുവിളിയാവുന്നത്? കാട്ടുമൃഗങ്ങൾ വെല്ലുവിളിയാണെന്നുള്ളൊരു തോന്നലുണ്ട്? കാട്ടുമൃഗങ്ങളെ കൊണ്ട് വെല്ലുവിളിയുണ്ട്. കർഷകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ മയിലിനെ കൊണ്ടുള്ള ശല്യം, പിന്നെ മുള്ളൻ പന്നീനെ കൊണ്ടുള്ള ശല്യം, അതേപോലെ മുയൽ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇനിയിപ്പോൾ അത് കഷ്ടകാലത്തിനൊക്കെ നമ്മളതിനെ ഓടിക്കുക അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് നമുക്ക് എതിരായിട്ടുള്ള ഫോറസ്റ്റ് ആയാലും നമുക്ക് എതിരായിട്ടുള്ള ഒരു ഇത്. അപ്പോൾ അതിനൊക്കെ ഗവൺമെൻറ് ഒരു സപ്പോർട്ട്, അതായത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരെ കൊന്നുകളയാനല്ല പറയുന്നത്,
പക്ഷെ അതിനൊരു പണ്ട് കാലത്തെ ഉണ്ടായിരുന്നതാണ് ഈ മൃഗങ്ങളൊക്കെ. അപ്പോൾ ഒരു ചെറിയൊരു രീതിയിലൊക്കെ അതിനെ ഓടിക്കാനും പിടിക്കാനും ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിന്നൊക്കെ അങ്ങനെ ഒരു രീതിയിലേക്ക് വന്ന് കർഷകരെ രക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതേപോലെ തന്നെ നായ്ക്കളുടെ കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ എത്രയോ മക്കൾ അതേപോലെയുള്ള മക്കൾ, അതേപോലെ വയസ്സായിട്ടുള്ള ആൾക്കാരെയൊക്കെ നായകൾ കടിച്ചു കൊന്നിട്ടും അതിനൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ വശത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ആ ഒരു ഇതിലേക്ക് പറയാനുള്ളത്. പിന്നെ കൃഷിക്കാരനെ സംബന്ധിച്ച് രക്ഷപ്പെടണമെങ്കിൽ ഈ മൃഗങ്ങളുടെ ഇതിലൊക്കെ അതിനുള്ള എന്തെങ്കിലും ഒരു കെണിയിട്ടിട്ട് പിടിച്ചിട്ട് അതിനെ ഫോറസ്റ്റിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ അതിനുള്ള അവിടെ നിന്ന് വരാതിരിക്കാനുള്ള ഒരു സംവിധാനം ഫോറസ്റ്റുകാർ ചെയ്യാനോ അങ്ങനെയുള്ളൊരു ഇതും കൂടി വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിന് പറയാനുള്ളത്. സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ അല്ലെങ്കിൽ വിപുലമായ രീതിയിലൊക്കെ ഇത്തരം കാർഷിക സംരംഭങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുന്നവർക്ക് പലപ്പോഴും കാട്ടുമൃഗങ്ങൾ വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ആ രീതിയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അവർക്കുള്ള ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു ഇടപെടൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് ചെറിയ പുരസ്കാരങ്ങളും അവാർഡുകളൊക്കെ ഈ ഒരു കാർഷിക സംവിധാനമായിട്ട് ലഭിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സംവിധാനത്തിലൂടെയാണ് അവാർഡുകൾ? എനിക്ക് 2014-15 പഞ്ചായത്തിൻ്റെ നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിറ്റത്തെ വർഷം 16-17 ചൊവ്വന്നൂർ ബ്ലോക്കിൻ്റെ നല്ല കർഷകനുള്ള പച്ചക്കറി നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 18-19 ജില്ലാ ഇതിൽ പിന്നെ നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം പിന്നെ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ആലപ്പുഴയുടെ തൃശ്ശൂർ ജില്ലയുടെ നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകമാണ്. അതിൽ ഈ കൊറോണയുടെ ഇത് കാരണം കഴിഞ്ഞ മാർച്ചിലായിരുന്നു അത് പ്രഖ്യാപിച്ചിരുന്നത്, അതിൻ്റെ ഫംഗ്ഷനൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അത് ഈ കൊറോണയുടെ ഇത് കാരണം അത് 25,000 രൂപ നമുക്ക് ബാങ്കിലേക്ക് ഇതാക്കി തന്നു. പിന്നെ ഞാൻ അന്നേരം ഇങ്ങനെ അവർ ഇത് പറഞ്ഞപ്പോൾ അവർ ഫലകവും അങ്ങനെ അയക്കും എന്നുള്ളൊരു ഇതാണ് പറഞ്ഞത്. അപ്പം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അവർ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കർഷകനെ സംബന്ധിച്ച് 25,000 ഉറുപ്പ്യ എന്നുള്ളതല്ല ഏറ്റവും വലിയ, അത് വേണ്ടെന്നല്ല പറയുന്നത്, അതിൻ്റെ ഉപയോഗമില്ല എന്നല്ല പറയുന്നത്, അത് എത്രയോ മടങ്ങാണ്, അതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഒരു സാധാരണ കർഷകന് ഒരു സമൂഹത്തിൽ വെച്ചിട്ട് ഒരു ഫലകം അല്ലെങ്കിൽ ഒരു ട്രോഫി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അംഗീകാരം. അത് അവനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെ അത്രയധികം വില മതിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊന്നും ഒരു ടി വിയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ളൊരു ഇതിലൊന്നും വരാനുള്ള ഒരു അർഹത എനിക്കില്ല. എന്താ വെച്ചാൽ ഈ കൃഷിയുടെ ഇത്രയും വലിയൊരു ഇത് ജനങ്ങൾ അത് തന്നിട്ടുള്ള ആ ഒരു അംഗീകാരത്തിന് ഞാൻ എന്നും കൃതജ്ഞപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതോടൊപ്പം തന്നെ നമ്മളൊരു മധുരക്കരിമ്പിന്റെ കുറച്ച് ഇതും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷിയിടത്തിൽ. അതൊരു അടിസ്ഥാനത്തിൽ ഞാൻ 2-3 കൊല്ലം മുമ്പ് ഒരു 5-8 കട ചെയ്തു നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ അതിന് നല്ലൊരു ഗുണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളം കൂടുതൽ വേണം, ഏത് സമയത്ത് അതിന് നനവ് കിട്ടണം എന്നുള്ള ഒരു ഇതുള്ളൂ. നല്ല രീതിയിൽ കരിമ്പ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു കട കരിമ്പ് ഒരെണ്ണം കൊടുക്കുമ്പോൾ 50 രൂപയാണ്. നമുക്കൊരു 30 രൂപ കിട്ടിയാലും നമുക്ക് വളരെയധികം ലാഭമുള്ള ഒരു ബിസിനസ്സാണത്. അപ്പോൾ ഞാനത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 100 ചോടോളം ഞാൻ ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ അത് ഭാവിയിൽ അത് ആൾക്കാരിൽ കർഷകരിൽ അത് വിപുലീകരിക്കാനുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനൊരു ഇതും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി വരുന്നതും കാത്ത് അല്ലെങ്കിൽ നോക്കിയിരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു സാധാരണ മലയാളിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സുഭിക്ഷ കേരളം പദ്ധതിയൊക്കെ വന്നതിൽ തുടർന്നിട്ട് അതിനും ഇപ്പോൾ ഈ ജൈവ പച്ചക്കറി കൃഷിയൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു വലിയ മാറ്റം ഈ മേഖലയിൽ സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഗവൺമെൻറ്റിന് നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ അത് പൊക്കി പറയുന്ന പറഞ്ഞാൽ അല്ല. ഈ നെല്ലിൻ്റെ കാര്യം തന്നെ എടുക്കാം. നെല്ലിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ നെല്ല് കർഷകൻ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ നെല്ല് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. ഇന്ന് അത് സപ്ലൈകോയുടെ രീതിയിൽ ആ നെല്ല് ഉൽപ്പാദിപ്പിച്ച് എടുക്കണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു നിബന്ധന വന്നുകൊണ്ട് കർഷകന് സാധാരണ കിട്ടുന്നത് 18 രൂപ കിട്ടുന്നിടത്ത് 27 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെയും വീണ്ടും ഇപ്പോൾ കൂട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു 3-4 മാസം കൊണ്ട്
നമ്മൾ ചിലവാക്ക് ഇറക്കുന്നതിൻ്റെ 3 ഇരട്ടിയൊക്കെയാണ് കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായ. പിന്നെ മറ്റുള്ളത് വന്നു കഴിഞ്ഞാൽ അതിന് യോഗ ഇല്ലയെന്ന് വെക്കാം. അല്ലാതെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഗുണമുള്ളതാണ് ഈ നെൽകൃഷി. അപ്പോൾ അതേപോലെ തന്നെ ഈ മറ്റേ സുഭിക്ഷ കേരളത്തിൻ്റെ ഇത് വന്നപ്പോൾ വളരെയധികം സപ്പോർട്ടും കാര്യങ്ങളും, പിന്നെ കൃഷി ഓഫീസർമാരും കൂടി അതിൻ്റെ രീതിയിലൊരു സപ്പോർട്ട് ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ. എനിക്ക് പല രീതിയിലും സപ്പോർട്ടുള്ള കൃഷി ഓഫീസർമാരുണ്ട്. അപ്പോൾ അതിൽ ചിലർ നേരെ വിപരീതമുള്ളവരുണ്ട്. പക്ഷേ ഞാൻ ചെയ്തിട്ട് ഞാൻ ഏത് ആനുകൂല്യങ്ങളായാലും ശരി, ഞാൻ അർഹതപ്പെട്ട ആനുകൂല്യം മാത്രമാണ്, അത് എനിക്ക് മാത്രമായിട്ടില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അർഹതപ്പെട്ടവന് കിട്ടുകയാണെങ്കിൽ കൃഷി രംഗത്തേക്ക് കൂടുതൽ കർഷകർ വരും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് ആനുകൂല്യങ്ങളുണ്ട്, പക്ഷേ അത് കിട്ടുന്നത് ആ കർഷകനായിരുന്നില്ല, അത് മറ്റുള്ളവർക്കായിരുന്നു കിട്ടിയിരുന്നത്. ഇന്നിപ്പോൾ അതിലൊരു 90% കർഷകർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണെന്നുള്ളത്. അതേപോലെ കർഷകരെ സംബന്ധിച്ച് അവർ കർഷകരെ വളരെയധികം ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവണത കാട്ടുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ളവർക്ക് അത് എതിർപ്പായിട്ട് തോന്നാം, പക്ഷേ കർഷകരിൽ അവർ ചെയ്യുന്ന ആ ഒരു സന്തോഷം എനിക്ക് വരും തലമുറയ്ക്ക് അന്നം തിന്ന് ജീവിക്കാനുള്ള, നല്ല രീതിയിലുള്ള വിഷമില്ലാത്ത ഇത് തിന്ന് ജീവിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നതുകൊണ്ട് വളരെയധികം ഗവൺമെൻറ്റിനോടും അതേപോലെ തന്നെ ഉള്ള കൃഷി ഓഫീസർമാരോടും ഒക്കെ തുടർന്ന് ഇതേപോലുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാർഷിക വൈവിധ്യത്തിൻ്റെ അല്ലെങ്കിൽ പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ഒരു മികച്ച കലവറ തന്നെയാണ് വേലൂർ തണ്ടിലത്ത് ദിലീപ് കുമാറേട്ടൻ്റെ കൃഷിയിടത്തിലുള്ളത്. വളരെ മികച്ച രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും വിപുലമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സമയപരിമിതി മൂലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം. Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner.